എന്റെ മോൻ എന്താ ആംബിയൻസ്! ഈ ഒരു കൊച്ചു തലയിൽ അതിസുന്ദരമായ ബുദ്ധികൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ജങ്കാറിൽ കയറ്റി നമ്മൾ കായലിൽ പോയിട്ടാണോ? കായലിലും കടലിലും ഒരു നമ്മൾ തയ്യാറാണ്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹൈലക്സ് മോഡിഫൈ ചെയ്ത് വേറെ റേഞ്ചാക്കി, ഒന്നും പറയാനില്ല, കളറൊക്കെ മാറ്റി സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവീലിങ് നമ്മളിന്നൊരു ഗ്രാൻഡായിട്ട് നടത്തുകയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു റിവീലിങ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ എന്നെ വന്ന് ഇതാക്കല്ലേ, എനിക്കറിയത്തില്ല. അത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് പിടിക്കുകയാണ്. അപ്പം നമ്മളിതാ ജങ്കാറിലൊക്കെയാണ് റിവീലിങ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഹൈലക്സ് ഇത്രയും കിടിലമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നപ്പോൾ സ്വരൂപാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ, ജോർദാന മോട്ടോഴ്സ്. സ്വരൂപ് നേരത്തേക്ക് നമ്മൾ വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് പറയുന്ന സമയമൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ പക്കയായിട്ടേ ചെയ്യത്തുള്ളൂ. പുള്ളിയുടെ വർക്ക്, അതായത് പുള്ളി ചെയ്യുന്ന വർക്ക് ഒരു രക്ഷയില്ലായിരിക്കും, അത്ര പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നതിൽ കൂടുതൽ കുറച്ച് സമയം എടുക്കും. അത് സ്വരൂപ് പറയുന്നത് എനിക്ക് ഇതാവണം, ഞാൻ ഓക്കെ ആവണം, എന്നാലേ ഞാനത് തരത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ കുറ്റം പറയും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വണ്ടി കൊടുത്തപ്പോണ്ടല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വണ്ടി തന്നു. ജസ്റ്റ് ആ ഒരു റിവീലിംഗ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതാ ജങ്കാറ്, ഇതിലാണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യുന്നത്. ഇവിടെ കായലിൽ വെച്ചായിരിക്കും നമ്മുടെ റിവീലിങ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വേറെ ആരെങ്കിലും ഇങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മളിത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് സ്വരൂപ്. ഹൈലക്സ് വന്നു കണ്ടു, ഞാൻ കാണിക്കാം നിങ്ങളെ. അത് റിവീലിംഗ് അങ്ങനെ കാണിച്ചാൽ മതി, നമ്മൾ തുണി പൊക്കൊന്ന് കാണിച്ചാൽ മതിയോ? തുണി പൊക്കാം അല്ല, എന്നിട്ട് കാണിച്ചാൽ മതി. ഇപ്പൊ കാണിക്കണം, തുണി പൊക്കൊന്ന് കാണിച്ചാൽ മതി. വണ്ടിയോ? അത് പൊക്കാം, അന്നേരം കാണിക്കും. ഓക്കെ. എൻ്റെ മോനെ, വണ്ടി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ വണ്ടിയെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല പൊങ്ങച്ച വന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പെർഫെക്ഷൻ വിചാരിച്ചില്ലടോ. വണ്ടി ഒരു രക്ഷയില്ല. ഞാൻ കാണിക്കാം, നിങ്ങൾ ലാഗടിപ്പിക്കുമെന്ന് വിചാരിക്കരുത്. വണ്ടി ഇനിയും ജങ്കാറിൽ കയറ്റി നമ്മൾ കായലിൽ പോയിട്ടാണോ? കായലിലും കടലിലും ഒരു നമ്മൾ തയ്യാറാണ്. ആണോ? വണ്ടി വർക്ക് ചെയ്യാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ, നമുക്ക് ഉദ്ദേശിച്ചാ ഇവിടെ ഉദ്ദേശിച്ച് കൂടുതലായി, അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് തന്നു. നമ്മൾ നോർമലി സ്വരൂപം എങ്ങനെയാണെന്നറിയോ, വണ്ടി വർക്ക് ചെയ്യാൻ കയറ്റുമ്പോഴത്തേക്ക് ഒരു ടൈം പറയും. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പം ബ്രോ ഞാൻ ഉദ്ദേശിച്ച സാധനമായിട്ടില്ല. അപ്പം നമ്മുടെ മനസ്സിന് ചേർന്ന പോലെ നമ്മൾ വണ്ടി ഇറക്കണം അല്ലേ? പുള്ളിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ പുള്ളിക്ക് വരണം, എന്നാലേ പുള്ളി തരത്തുള്ളൂ. അല്ലെങ്കിൽ പുള്ളി പറയുന്നതെന്നറിയോ, നാളെ നിങ്ങളിത് കൊണ്ടുപോയിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞത് എനിക്കാണ്, ജോർദാന മോട്ടോക്രാഫ്റ്റിനാണ് ആ ഒരു കുറ്റം കേൾക്കുന്നത്, അതുകൊണ്ട് അത് വേണ്ട. നല്ല നിർത്തിക്കൊണ്ട് പറയാമെന്ന് വിചാരിക്കല്ലേ, അത്യാവശ്യം തലയുണ്ട് കേട്ടോ. അതായത് ചിന്തിച്ച് ചെയ്യാനുള്ളത്. ഇങ്ങനെ ചെയ്താൽ അത് ഇങ്ങനെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് വൃത്തിയാവുമെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും ആ വണ്ടി അത്ര പെർഫെക്റ്റോടെ ചെയ്യാനും കഴിവുള്ളൊരു കലാകാരനാണ് സ്വരൂപ്. കഴിവ് വേണം, ഞാൻ പറയുന്നില്ല, ഒന്നും പറയാനില്ലട്ടോ. വണ്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ റോഡ് പ്രസൻസ് ഒന്നും പറയാനില്ല. ഞാൻ ഒരു വണ്ടിയെക്കുറിച്ചും, ഞാൻ എൻ്റെ വണ്ടികളിപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും ഇത്രയും എനിക്ക് മനസ്സ് കണ്ടപ്പോൾ തന്നെ എന്താ പറയുന്നത്, ഒരു കുളിര് വേണ്ട. ഞാൻ എങ്ങനെ പറയുന്നത് കാണിച്ചു കൊടുക്കാം. നമ്മുടെ വൈറ്റ് കളറിലുള്ള വീലിനേക്കാൾ ഇപ്പൊ വീലിന് കുറച്ചും കൂടി, അതെ നമ്മൾ ഒന്നും കൂടി രസമായി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ആ ഒരു വീൽ, രാജധാനി ടയേഴ്സ് ആൻഡ് അലോയ്സ്, പുള്ളിക്കാരന് പ്രബീഷേട്ടൻ, പുള്ളി ഒരു 4-5 ദിവസം കൊണ്ട് എനിക്ക് ഈ സാധനം അറേഞ്ച് ചെയ്ത് തന്നു. ഇനി അടുത്ത വീഡിയോ വരട്ടെ, അടുത്ത വീഡിയോ കാണാം അല്ലേ? വണ്ടി എങ്ങനെയാണെന്നുള്ളത് ഇനി നിങ്ങൾ റിവീൽ ചെയ്ത് കാണിച്ചു തരാം. കാരണം ഈ ബോട്ടിൽ കയറ്റുന്നതും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ തുണി പൊക്കുന്നതായിരിക്കും ഒന്നുകൂടെ ലുക്ക്, അതായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ നാട് ആലപ്പുഴ. ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നിങ്ങൾ ആലപ്പുഴ വന്നിട്ടുള്ളവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ചുറ്റും വെള്ളം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ സ്വരൂപ് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാം, നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് നമ്മൾ നേരെ ആലപ്പുഴയിൽ വന്നത് കേട്ടോ. നോക്ക്, എന്താ വൈബ്, എന്താ ഭംഗി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ആലപ്പുഴ കുട്ടനാട് കായലിൻ്റെ നടുക്കായിട്ട് നിൽക്കുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹൈലക്സ് റിവീലിങ്. ബ്രോ, വണ്ടി ഒന്നും പറയാനില്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത്ര സെറ്റായിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ റിവീലിംഗ് നടന്നിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ ആയിരിക്കും, നമ്മുടെ അറിവിലില്ല, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആണ് അല്ലേ? ഒന്നും പറയാനില്ല. ഈ ഒരു ആംബിയൻസ്, കുട്ടനാട്, ഞങ്ങളുടെ നാട്, എൻ്റെ നാട് ആലപ്പുഴ. അപ്പോൾ ഈ ഒരു കായൽ, ഈ ഒരു ഭംഗി, ഈ ഒരു ആംബിയൻസ് എല്ലാം നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. സ്വരൂപ് ബ്രോ എന്നോട് പറഞ്ഞ് എവിടെ വെച്ച് ചെയ്യണം, ഞാൻ പറഞ്ഞ് നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ്
അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം സ്വരൂപ് ബ്രോ ചെയ്ത്. അപ്പം ഈ ഒരു ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യുന്നത് സ്വരൂപ് ബ്രോയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ടോണി ബ്രോ, ജേക്കബ് ബ്രോ ആണ്. അവരെയൊന്ന് കാണിച്ചടാ. അവരാണ് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങൾ, ഈ സജ്ജീകരണങ്ങൾ, ഈ ഒരു ജങ്കാറ്, മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ബാക്കി നമുക്ക് പൊക്കി കഴിഞ്ഞിട്ട് പറയാം. ബാക്കി ഡീക്ക് എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഓരോന്നായിട്ട് പറഞ്ഞു. നിങ്ങളെ വർക്ക് എന്തൊക്കെയാണെന്നുള്ളത്, നിങ്ങളുടെ തല, ഈ ഒരു കൊച്ചു തലയിൽ അതിസുന്ദരമായ ബുദ്ധികൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ കാരണം ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളും സ്വരൂപ് ബ്രോയുടെ ബുദ്ധിയിൽ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത് ശരിയാണല്ലോ ഇത് അങ്ങനെയാണ്. ബാക്കി കാര്യങ്ങൾ ഇത് ഉള്ളിവെക്കിട്ട് കാണിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് സെറ്റ്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. സെറ്റ് കിടില് കിടില്. അപ്പം നമ്മുടെ ഹൈലക്സ് അങ്ങനെ റിവീലിംഗ് കഴിഞ്ഞു, നിങ്ങളെ എല്ലാം കാണിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ റോഡിൽ നിന്ന് വണ്ടി കാണുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നവരാണെങ്കിൽ വണ്ടി നമ്മളോട് അഭിപ്രായം, നമ്മളോട് എന്തെങ്കിലും പറയുവാണ് നമുക്കത് സന്തോഷമാണ്. പറഞ്ഞത് ബ്രോ അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ നല്ലതാണെങ്കിലും എന്താണെങ്കിലും നമ്മളോട് പറയാം. ഓക്കെ, ഇതെല്ലാം എന്നോടും പറയണം, എനിക്ക് സന്തോഷമാണ്. ശരി, തീർച്ചയായിട്ടും. ഇത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ സ്വരൂപ് ബ്രോയുടെ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഒരുപാട് വണ്ടികൾ, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. നല്ല കുറേ വണ്ടികൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പഴയ ബെൻസുകൾ 123, 124 ഒക്കെ പണ്ട് അതെങ്ങനെ ഷോറൂമിൽ നിന്ന് അന്ന് വന്നിരുന്നോ അതേപോലെ നമുക്ക് ആക്കി. അതേപോലെ തന്നെ ഇറക്കി കുറച്ച് വണ്ടികൾ പേജിലുണ്ട്, നോക്കിയാൽ മതി കേട്ടോ. അത് ആദ്യത്തെ ബിഫോറും ആഫ്റ്ററും എല്ലാം സ്വരൂപ് ബ്രോ പേജിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്വരൂപ് ബ്രോയെ സമീപിച്ചതും. ഇപ്പം സ്വരൂപ് ബ്രോ ആണെങ്കിലും പക്ക വണ്ടിപ്രാന്തൻ. ഈ വണ്ടിപ്രാന്തന്മാരുടെ കയ്യിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവരുടെ സ്വന്തം വണ്ടി പോലെ കണ്ടിട്ട് ആ ഒരു രീതിക്ക് വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം ഇത്രയും പ്രാന്തമുള്ളവരെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് പറയും ബ്രോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നോർമലി ഇപ്പോൾ ഒരാൾ പറയുവാണെങ്കിൽ ചിലപ്പം ഇതിൻ്റെയൊക്കെ വിഷയമായിട്ടൊക്കെ പറയും. പക്ഷേ നമ്മളോട് ഇതുവരെ പറയുമ്പോൾ അത്ര ആത്മാർത്ഥതയോടായിരിക്കും ഓരോ കാര്യങ്ങളും. പ്രശ്നമായത് നമ്മുടെ വണ്ടി, നമ്മുടെ ഹൈലക്സ് ഇപ്പൊ പണിയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത് പണിയാൻ പോവല്ലേ? പൊളിക്കോ, ഒന്നും നോക്കണ്ട, സെറ്റാക്ക്. ഇഷ്ടപ്പെടുന്നവർ കാണും, പെടാത്തവർ കാണും, അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഇഷ്ടത്തിന് ഓരോ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ഓരോന്ന് സാധിക്കുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെവലിംഗ് കിറ്റ് ഇട്ട് പിന്നെ 2 ഇഞ്ചും കൂടെ കൂട്ടി മൊത്തം ഇപ്പം 4 ഇഞ്ച് ലിഫ്റ്റാ അല്ലേ? വണ്ടി അങ്ങ് പൊങ്ങി. നിങ്ങളുടെ വണ്ടി ഇതും കൂടി ഇട്ടിട്ടെ അതൊന്നും തോന്നില്ലേ? നിങ്ങളുടെ വണ്ടി ചെറുതായിട്ട് പോയോ? വീട്ടിൽ പോയ വഴിക്ക് പണി, എന്റെ വണ്ടി പണിയൊക്കെ ഇങ്ങനെ ആക്കുവാ, പൊക്കാൻ പോവാ. സെറ്റ്. ഒന്നും ബ്രോ, നമ്മളിപ്പം മൊത്തം ഇതിലിപ്പോ എന്തൊക്കെ ചെയ്തേക്കുന്നത്? നമ്മളിപ്പോ എന്താ ഫുൾ സ്ട്രിപ്പ് ചെയ്ത് വണ്ടി കളർ മാറ്റാനായിട്ട്. ശരി, അതായത് ഒന്ന് ഞാൻ പറയാം കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് വർക്ക് ചെയ്തത്. കാരണം ഇതിന്റെ ഓരോ പാർട്സും അഴിച്ചു മാറ്റിയിട്ടാണ് അതിന്റെ ബാക്കി ക്യാബിൻ വരെ അഴിച്ചു മാറ്റി അല്ലേ? അതായത് മാറ്റി ബ്ലാക്ക്, നമ്മുടെ വണ്ടി വൈറ്റ് ആയിരുന്നല്ലോ, ബ്ലാക്കും വൈറ്റും ടോട്ടലി ഓപ്പോസിറ്റ് കളറാണ്. അപ്പൊ ബ്ലാക്ക് അടിക്കണം, വൈറ്റ് വണ്ടി ബ്ലാക്ക് ആക്കണമെങ്കിൽ എല്ലാം സ്ട്രിപ്പ് ചെയ്ത് വണ്ടിനെ ഷെല്ലാക്കി, ഡോറ്, ബോണറ്റ്, ബമ്പർ, ബാക്കിലെ ടബ് എല്ലാം അഴിച്ചു. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ കാണിച്ചു കൊടുക്കാം. അത് വീഡിയോ എടുത്തിട്ടുണ്ടോ? ശരി, എന്നാൽ ആ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ. ഇതിൻ്റെ ഓരോ പാർട്സും അഴിച്ചു മാറ്റിയിട്ടാണ് സ്വരൂപ് ബ്രോ ഇത് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ബോണസ് സ്കൂപ്പ് ഞാൻ ആദ്യം പറഞ്ഞു പെയിന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി പെയിന്റ് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. സെറാമിക്, യെസ്. അപ്പൊ എന്നോട് പറഞ്ഞു സ്കൂപ്പ് അടക്കം സെറാമിക്. അതെ, നമ്മൾ പറഞ്ഞ ടൈമില് സെറാമിക് അടക്കം നമ്മൾ ചെയ്ത് അത് എന്നാലും എങ്ങനെ സാധിച്ചു നിങ്ങളെ കൊണ്ട്? അല്ല, പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഏതൊരു വണ്ടി കിട്ടിയാലും പുള്ളിക്ക് ഓക്കെ ആവണം. ഓരോ വർക്ക് കഴിയുമ്പോഴും എന്തെങ്കിലും ഒരു മൈന്യൂട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയും പോരാ, ഇത് ആദ്യം തൊട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ മൊത്തം വർക്ക് ചെയ്ത് പലരെയും വായിന്ന് കേട്ടിട്ടുണ്ട് ഈ ലേറ്റ് ആവുന്നില്ല. പക്ഷെ സത്യം പറയാലോ, പുള്ളി അല്ല, അത് എനിക്ക് നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. പുള്ളി എന്നോട് ചോദിച്ചില്ലേ, കിട്ടുമോന്ന് ചോദിച്ചില്ലേ, അതിലാണ് നമ്മളെല്ലാം കൂടി സെറ്റ് ചെയ്തത്. മൊത്തം ഇതിന്റെ അകത്തായിരുന്നില്ലേ? അത്രയും ഓണമൊക്കെ ഇതിന്റെ അകത്തായിരുന്നു. സത്യം കേട്ടോ, എന്നെ ഓരോ ദിവസം വീഡിയോ കോൾ ചെയ്ത് തിരുവോണത്തിന്റെ അന്ന് വരെ ഇത് വർക്കായിരുന്നു. ഇനി നാട് വിടാ, ഓണം ട്രിപ്പ്. അതെ അതെ, പുള്ളിക്കാരൻ ഫുള്ള് ട്രിപ്പിന്റെ ആളാ. ഇത് കൈ കിട്ടിയോടെ ഒരു 10-15 ദിവസം അല്ലേ? 13 ദിവസം ട്രിപ്പും ഇല്ല, ഒന്നുമില്ല, ഫുള്ള് ഇതിന്റെ അകത്തായിരുന്നു. സെറാമിക് അടക്കട്ടെ, 3 ദിവസം സെറാമിക്കിനുണ്ടായിരുന്നു. മൊത്തം 10 ദിവസം വളരെ 3 ദിവസം സെറാമിക്കിന് പോയി. ഓക്കെ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഇതിന്റെ ഇത്ര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കളറും പിന്നെ ഈ ഒരു അലോയും ടയറും
പിന്നെ ഒരു ലിഫ്റ്റും കൂടെ ഇപ്പം നേരത്തെ 2 ഇഞ്ച് ആയിരുന്നു, ഇപ്പൊ ഒരു 4 ഇഞ്ച് 4 ഇഞ്ചും കൂടെ ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വീലും ടയറിന്റെ ഒരു എക്സ്ട്രാ ഒരു 2 ഇഞ്ച് വരും. പിന്നെ 1 ഇഞ്ചും കൂടെ 2 ഇഞ്ചോളം വീലും ടയറും മാറ്റിയല്ലോ. അപ്പൊ മൊത്തം ഏകദേശം ഒരു 6 ഇഞ്ച് വരും. 6 ഇഞ്ച് വരും അല്ലേ? കാരണം 18 ഇഞ്ചായിരുന്നല്ലോ സ്റ്റോക്ക്. അതെ അതെ നമ്മൾ വീലും മാറ്റി ടയറും മാറ്റി മൊത്തം ഒരു 5-6 വരും അല്ലേ? ഒരു 6 ഇഞ്ച് ലിഫ്റ്റ് എങ്കിലും ഇപ്പം ടോട്ടൽ വണ്ടിയുണ്ട്. അതൊന്നും പറയില്ല കേട്ടോ. നിങ്ങൾ റോഡ് പ്രസൻസ് ഈ വണ്ടി എപ്പോഴെങ്കിലും റോഡിക്കോട്ട് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. കാരണം ആ ഒരു വണ്ടിയോട് അത്രയും ക്രേസ് ഉള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഈഗോ ഇല്ലാതെ ഈ വണ്ടിയെ നോക്കും. നമ്മളാണെങ്കിൽ ആരെങ്കിലും ഒരു നല്ല വണ്ടി കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോർമലി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരോട് ചെന്നിട്ട് പറയും ബ്രോ വണ്ടി കൊള്ളാം, വണ്ടി സെറ്റായിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് ഒന്നും പറയാനില്ല ബ്രോ. ഇത് പിന്നെ ഇത് നമ്മളിത് ഫുൾ ബ്ലാക്ക് ചെയ്തിട്ട് ഇത് ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം അതൊരു വ്യത്യസ്തമായിട്ട് നോട്ട് വെച്ചിട്ട് അതൊരു ഐഡന്റിറ്റി കിട്ടാനായിട്ട്. നോർമലി GR കിറ്റിലെ എല്ലാ വണ്ടിയും ബ്ലാക്ക് ആണ്, എല്ലാം ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് അതുപോലെ ഇതും എല്ലാം ഇത് ബ്ലാക്ക് അടിക്കാം. നമ്മൾ ഇത് റിട്ടേൺ ചെയ്തു. പലരും പറഞ്ഞു ഇത് ബ്ലാക്ക് അടിക്കാൻ വേണ്ട, അത് ബ്ലാക്ക് വേണ്ട, ഇത് ടൊയോട്ട നമ്മൾ എടുത്ത് കാണണം. ചില കാര്യങ്ങള് എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം. അതൊരു പരീക്ഷണം പോലെ ചെയ്യുകയാണെങ്കിൽ ചിലത് നല്ല ഭംഗിയായിരിക്കും. സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ മൈൻഡിൽ കണ്ടതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണ് സ്വരൂപ് കേട്ടോ. പുള്ളിയുടെ പേജ് നോക്കിയാൽ മതി. ചില വണ്ടികൾ, അതായത് ജോർദാന മോട്ടോർ റെസ്റ്റോറേഷനും കസ്റ്റം മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടിയെല്ലാം റീസ്റ്റോർ ചെയ്യുന്നത് സ്വരൂപ് ബ്രോയാണ്. അത് നമ്മൾ ഇനിയും സെറാമിക് ചെയ്തിട്ടുണ്ട് അല്ലേ? വെള്ളം ഒഴിച്ച് വെള്ളം ഉണ്ടോ കാണിക്കാൻ? മോനെ വെള്ളം ഉണ്ടോ അതിൻ്റെ അകത്ത്? സോനു അടുത്ത് കാണിച്ച് ഇന്നത്തെ പരിപാടിയാണ് കാണിക്കണോ? കണ്ടോ? ഇത്രേ ഉള്ളതോ? സെറാമിക് ചെയ്താലുള്ള കുഴപ്പം കേട്ടോ, വെള്ളം അങ്ങനെ തട്ടി നിൽക്കത്തില്ല. ഇപ്പം ചെളിയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാറ്റത്താണെങ്കിൽ അതങ്ങ് പൊക്കോളും. സെറാമിക് ചെയ്താൽ ഇങ്ങനൊരു ഗുണമുണ്ട്. തന്നെയല്ല നമ്മുടെ പെയിന്റും അത് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ചെയ്യും, കുറച്ച് നാളും കൂടെ ഈട് നിൽക്കും. അതാണ് ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കളർ ബ്ലാക്ക് ആണ്. ബ്ലാക്കാ, ഡാർക്ക് കളർ ബ്ലാക്ക് ആണ് ഏറ്റവും ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. മുഖം കാണാം, മുഖം കാണാം. എന്റെ മോനെ നോക്കി, ഇത് കറക്റ്റ് മുഖം വരെ ഇതേ കാണാം. അതെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അപ്പൊ എനിക്ക് വണ്ടി മതി, നിങ്ങൾ വേണ്ട, നീ കണ്ണാടി വേണ്ട, വണ്ടി മതി. പിന്നെ നമ്മള് പെയിന്റ് ചെയ്യാൻ നേരത്ത് കളർ ചേഞ്ച് ആയതുകൊണ്ട് ഇതൊക്കെ അഴിച്ചു, മൊത്തം അഴിച്ചു. ഈ ടബ് മൊത്തം നമ്മൾ ഇറക്കി മൊത്തം ഇറക്കി വെച്ചിട്ട് വിഷമം ഇതൊക്കെ ഇറക്കി വെച്ചപ്പോ കേട്ടോ, കമ്പനി വെച്ച പോലെ തിരിച്ചു വെച്ചു. മനസ്സിലായി. ഓക്കെ, ഇത് മറ്റേ ടെസ്റ്റർ. ഇതൊരു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ ഒരുപാട് വലിയ കാലിന്റെ കൂടെ ചെറിയ കാര്യങ്ങള് വണ്ടിക്ക് ചെറിയൊരു ശ്രദ്ധിക്കും, നോട്ട് ചെയ്യും. ഇതെന്തെങ്ങനെ ഒരു ടെക്സ്ചർ, ഒരു പാറ്റേൺ, ഒരു ഡിഫറൻസ് സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ശരി, ഭംഗിയുണ്ടോന്ന്. രസമുണ്ട്. ഇത് രാത്രിയിലേ അറിയത്തുള്ളൂ അല്ലേ? അതെ, കൊള്ളാം, അടിപൊളി. സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ സ്പീഡ് ബോട്ടിലൊരു യാത്ര. ഇത് നമ്മുടെ ജേക്കബ് അച്ചായന്റെ വണ്ടിയാണ്, മാലിത്തറ. ഓ മോനെ നോക്കടാ, നോക്ക്. എടാ മോനെ എന്താ സീൻ. മോനെ ഡാർക്ക് നോക്കിയടാ, എന്താ രസം. ഓ മോനെ, ഓ ഡാർക്ക് എടുത്തോ. ഓ അടിപൊളി. എന്റെ മോൻ എന്താ ആംബിയൻസ്, ഹായ്, എന്താ ഫീല്, ഒന്നും പറയില്ല മോനെ. എടാ സോറി ബ്രോ, തകർത്ത് തിമിർത്ത് പൊളിച്ചടുക്കി. ആ ലിഫ്റ്റ് കണ്ടോ, നോക്കി എത്ര ഇഞ്ചാ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടോ വണ്ടിയുടെ. ഞാൻ മോനെ കപ്പൽ പൊക്കി കളിക്കാം. അയ്യോ അയ്യോ
നോക്കി ആ അപ്പോൾ ചേട്ടാ താങ്ക് യു, വളരെ സന്തോഷം ചേട്ടാ, വളരെ സന്തോഷം. ഓക്കെ സെറ്റ്, താങ്ക് യു ബ്രോ. ആ അപ്പം നമ്മുടെ റിവീലിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അപ്പം കിട്ടിയ വീഡിയോസായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഓക്കെ ബൈ.